ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക സമയം 6 മണിയോടെ പൂർത്തിയായി. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയോടെയാണ് ഭേദപ്പെട്ടത്. വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. 70 മണ്ഡലങ്ങളിൽ നടന്ന പോളിംഗിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 57.89% പോളിംഗ് രേഖപ്പെടുത്തി. 699 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ചയാണ്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറ്റന്നാൾ നിയമസഭയിൽ അവതരിപ്പിക്കും. വയനാട് പുനരധിവാസം, ക്ഷേമ പെൻഷൻ വർധന എന്നിവയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ മാസം 10 മുതൽ 13 വരെ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നന്ദിപ്രമേയ ചർച്ചകൾ പൂർത്തിയാക്കി ജനുവരി 23 അവസാനിച്ചിരുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വൻ വികസനം ലക്ഷ്യമിട്ട് ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ലോകബാങ്കിൽ നിന്നും 2424.28 കോടി രൂപ വായ്പ സ്വീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. വ്യവസായ പാർക്കുകളിൽ നിർമ്മാണ യൂണിറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും പൂർണ്ണമായി ഒഴിവാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളം 9ാം സ്ഥാനത്ത്. ഇന്ന് വനിതകളുടെ തുഴച്ചിലിൽ കോക്സ്ലെസ് 4 ഇനത്തിൽ ലഭിച്ച സ്വർണം ഉൾപ്പെടെ 24 മെഡലുകളാണ് കേരളം നേടിയത്. 28 സ്വർണവുമായി കർണാടകയാണ് ഒന്നാമത്. സർവീസസ് 2ാമതും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഔദ്യോഗിക ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. തോന്നിക്കൽ ലൈഫ് സയൻസസ് പാർക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ലാബ് ക്യാമ്പസിലാണ് കേരള സർക്കാർ സംരംഭമായ COEN നിലവിൽ പ്രവർത്തിക്കുന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ നടക്കുന്ന 3 ദിവസത്തെ മേളയിൽ ഗ്രീൻ എക്സ്പോ, സെമിനാറുകൾ, പാനൽ ചർച്ച എന്നിവ നടക്കും. പ്രവേശനം സൌജന്യമാണ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലെ തുക വിനിയോഗവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് നടപ്പാക്കിയ ലെഡ്ജർ സംവിധാനം 2024-25 സാമ്പത്തിക വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നൽകിയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നടപ്പ് സാമ്പത്തിക വർഷവും ബാധകമായിരിക്കും. കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷന്റെ സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് റിസർച്ച് ലാബ് വിമൻസ് കോളേജിൽ നാളെ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 7 ലാബുകളിൽ ആദ്യത്തേതാണ് വിമൻസ് കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷിപ്പനി ബാധയെ തുടർന്ന് വളർത്തുപക്ഷികളെ നഷ്ടപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നാളെ ആലപ്പുഴയിൽ വിതരണം ചെയ്യും. 3 കോടി രൂപയാണ് ചടങ്ങിൽ വിതരണം ചെയ്യുക. ചുങ്കത്തുള്ള സംസ്ഥാന കയർ മെഷീനറി നിർമ്മാണ കമ്പനി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷത വഹിക്കും. മുക്കത്ത് ഹോട്ടൽ ഉടമയുടെ ലൈംഗികാതിക്രമ ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവതിയെ സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം PC ഷൈജു സന്ദർശിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും യുവതിക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ കമ്മീഷൻ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നാളെ ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച UDFന്റെ മലയോര സമരയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. അമ്പൂരിയിൽ നടന്ന സമാപന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ദീപാദാസ് മുൻഷിയും പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. സംസ്ഥാനത്തെ മ്യൂസിയങ്ങൾ സാംസ്കാരിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കേരളം മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന മ്യൂസിയം മാനേജ്മെന്റ് ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം വരും തലമുറയ്ക്ക് കൈമാറുകയെന്ന ദൌത്യമാണ് മ്യൂസിയങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 313 പോയിന്റ് ഇടിഞ്ഞ് 78,271-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 43 പോയിന്റ് നഷ്ടത്തിൽ 23,696-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സാഹിത്യകാരൻ AS കുഴികുളം അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നാളെ പാല വലവൂർ സെന്റ് മേരീസ് കത്തോലിക് പള്ളിയിൽ നടക്കും. കോഴിക്കോട് കോടഞ്ചേരിയിൽ കശുമാവിൻ തോട്ടത്തിൽ തീപിടുത്തം. അടിക്കാടിന് തീയിട്ടത് പടർന്നു പിടിച്ച് 1 ഏക്കറോളം സ്ഥലത്തെ അടിക്കാടുകളും കശുമാവിൻ ശിഖരങ്ങളും കത്തിനശിച്ചു. നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റ് മൂലം തീ പടരുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.